ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 39ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നൊരു പാട്ടിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നല്ലൊരു മണ്ഡലകാലം എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് അയ്യപ്പൻ്റെ ഒരു പാട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ശബരിമല കയറുന്ന എല്ലാ അയ്യപ്പന്മാർക്കും എല്ലാ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഹരിവരാസനം എന്ന് പറയുന്ന അയ്യപ്പൻ്റെ പാട്ടാണ്. പ്രശസ്തമായിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ട്യൂണും വശമാണ്. അപ്പം അത് നമുക്ക് പഠിക്കാം. അപ്പം തുടങ്ങാം. അപ്പം ആദ്യം ഞാൻ ആ ട്യൂൺ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗം ഹരിവരാസനം വിശ്വമോഹനം. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് വായിക്കാം. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ജി. ജി 4 പ്രാവശ്യം സി ഡി, 4 പ്രാവശ്യം സി ഡി. ജി 4 പ്രാവശ്യം ജി 4 പ്രാവശ്യം സി ഡി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡി എഫ് ഡി, ഡി എഫ് ഡി, ഡി എഫ് ഡി സി സി, ഡി എഫ് ഡി സി സി, ഡി എഫ് ഡി സി സി. ഒന്നുകൂടെ നോട്ട് പറഞ്ഞു തരാം. നമ്മുടെ ഡിസ്പ്ലേയിൽ നോട്ട് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക. ജി സി, ജി 4 പ്രാവശ്യം സി ഡി, ജി 4 പ്രാവശ്യം സി ഡി. അത് കഴിഞ്ഞിട്ട് ഡി എഫ് ഡി സി സി, ഡി എഫ് ഡി സി സി. ഓക്കെ, അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാ 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 ലാ. ഓക്കെ, അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എ ഷാർപ്പ് സി ഡി, എ ഷാർപ്പ് സി ഡി, എ ഷാർപ്പ് സി ഡി, സി എ ഷാർപ്പ് ജി, സി എ ഷാർപ്പ് ജി, സി എ ഷാർപ്പ് ജി. ഓക്കെ, അവസാനം ജി ഡി 5 പ്രാവശ്യം സി, ജി ഡി 5 പ്രാവശ്യം സി, ജി ഡി 5 പ്രാവശ്യം സി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഭാഗം. ഒന്നുകൂടെ പറഞ്ഞു തരാം. ജി 4 പ്രാവശ്യം സി ഡി, അടുത്ത് ഡി എഫ് ഡി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എ ഷാർപ്പ് സി ഡി, സി എ ഷാർപ്പ് ജി, ജി ഡി 4 പ്രാവശ്യം സി. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു തരാം. ഓക്കെ, അതാണ് അടുത്ത ഭാഗം. ഇനി അടുത്തത് ട്യൂൺ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡി ഡി 5 പ്രാവശ്യം എഫ്, 5 പ്രാവശ്യം എഫ്, ഡി 5 പ്രാവശ്യം എഫ്, ഡി 5 പ്രാവശ്യം എഫ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡി സി, ഡി സി, ഡി സി, ഡി 5 പ്രാവശ്യം സി, അത് കഴിഞ്ഞിട്ട് ഡി സി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡി 5 പ്രാവശ്യം എഫ്, വീണ്ടും ഡി 5 പ്രാവശ്യം എഫ്, ഡി 5 പ്രാവശ്യം എഫ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യമേ ഡി, പിന്നെ 5 പ്രാവശ്യം എഫ്, അത് കഴിഞ്ഞ് ഡി സി, പിന്നെയും ഡി 5 പ്രാവശ്യം എഫ്. അതൊന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം.
ഓക്കെ, ഇനി ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ പല്ലവിയുടെ ലാസ്റ്റ് ഭാഗം. ആ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ലാസ്റ്റ് ഭാഗത്തെ നോട്ടെന്ന് പറയുന്നത് എഫ് ജി എ ഷാർപ്പ്, എഫ് ജി എ ഷാർപ്പ്, എഫ് ജി എ ഷാർപ്പ്, എഫ് ജി എ ഷാർപ്പ്. അടുത്തത് എ ഷാർപ്പ് കഴിഞ്ഞ് ജി എഫ്, ജി എഫ്, ജി എഫ്, ജി എഫ് ഡി, ജി എഫ് ഡി, പിന്നെ ഡി 5 പ്രാവശ്യം സി, ഡി 5 പ്രാവശ്യം സി. ലാസ്റ്റ് ഭാഗം ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫ് ജി എ ഷാർപ്പ്, ജി എഫ് ഡി, എഫ് ജി എ ഷാർപ്പ്, ഡി, ജി എഫ് ഡി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡി 5 പ്രാവശ്യം സി, 5 അല്ലെങ്കിൽ 4 പ്രാവശ്യം. നിങ്ങളത് വായിച്ച് നോക്കുമ്പോൾ ട്യൂൺ എങ്ങനെയാണോ കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ഒരു ഇഷ്ടപ്രകാരം വായിക്കുക. അപ്പം ഇതാണ് പല്ലവിയുടെ ഭാഗം. അപ്പോൾ ഈ ഇത്ര ഫുൾ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ ട്യൂൺ പാട്ട് നന്നായിട്ട് പഠിച്ച് ട്യൂൺ നന്നായിട്ട് ശ്രദ്ധിച്ച് അതിനുശേഷം നിങ്ങൾ ഈ നോട്ട് നോക്കി, ഡിസ്പ്ലേയിൽ വരുന്ന നോട്ട് നോക്കി ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഏതൊരാൾക്കും വായിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ, വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്, പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കുകൾ നൽകി നമ്മുടെ ചാനൽ വലിയ സപ്പോർട്ട് നൽകുക. നിങ്ങൾ ലൈക്കുകൾ തരുന്നുണ്ട്. നിങ്ങൾ കാണുന്നവരെല്ലാവരും നമുക്ക് ലൈക്ക് തരുവാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് വലിയൊരു ബൂസ്റ്റപ്പ് അവിടെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ഫാമിലി സർക്കിളുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ട് അവർക്കും ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.